ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇത് കണ്ടോ, എൻ്റെ കയ്യിലിരിക്കുന്ന സംഭവം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇതെന്താണെന്ന്? ആദ്യം കണ്ടാൽ തോന്നും ഒരു ക്രിക്കറ്റ് ബാറ്റാണെന്ന്. ഇത് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്താണെന്ന്? ഇത് ഒരു ക്യാമറയുടെ സ്റ്റാൻഡാണ്. ഞാൻ ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. പിന്നെ ഇതിൻ്റെ ആവശ്യം എന്നാന്ന് വെച്ചാൽ, ഞാൻ റീലൊക്കെ ചെയ്യുമ്പോൾ സാധാരണ എനിക്ക് ഇതുപോലുള്ള സ്റ്റാൻഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെടിച്ചട്ടിയിലൊക്കെ ചായച്ച് ക്യാമറ ചാരി വെച്ചും അല്ലെങ്കിൽ തൂണയിൽ ഒക്കെ ചാരി വെച്ചിട്ടാണ് ഞാൻ സാധാരണ റീലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ തുടക്കക്കാരിയല്ലേ, ഞാൻ ഏകദേശം ഒരു മാസമേ ആയുള്ളൂ റീലൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊന്നും ഞാൻ അങ്ങനെ ചിന്തിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ വീട്ടിൽ തന്നെയല്ലേ ഉള്ളൂ, മക്കളൊക്കെ അടുത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരാളുടെ സഹായമില്ലാതെ ഒരു റീല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു സ്റ്റാൻഡ് അത്യാവശ്യമാണെന്നാണ് എനിക്ക് തോന്നി. അത് ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞപ്പം മക്കളാണ് എന്നോട് പറഞ്ഞത് ഇതുപോലൊരു ക്യാമറ സ്റ്റാൻഡ് വാങ്ങിക്കുന്നതിനെ പറ്റി. എന്തായാലും ഇത് കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. ഞാനല്ല, മക്കളാണ് ഇതെല്ലാം സെലക്ട് ചെയ്ത് എനിക്ക് ഓർഡർ ചെയ്ത് തന്നത്. പിന്നെ നമ്മുടെ ഇവിടോട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എത്തിപ്പെടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ ഈ ഉള്ളിലുള്ള ഒരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് റോഡിൻ്റെ സൗകര്യങ്ങളോ മറ്റൊന്നും ഇല്ലാത്തത് കാരണം ഈ ഫ്ലിപ്കാർട്ടുകാർ കുറച്ച് ദൂരെ ഏതെങ്കിലും ഒരു കടയുണ്ട്, അതായത് റോഡ് സൈഡൊക്കെ ഉള്ള അവിടെ ഏൽപ്പിച്ചിട്ട് പോവുകയുള്ളൂ. അത് കാരണം ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും മക്കളില്ലെങ്കിൽ ഓർഡർ ചെയ്യത്തില്ല, അത്രയും ദൂരം പോയി മേടിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട്. എന്തായാലും എനിക്കിത് അത്യാവശ്യമുള്ള സാധനമായതുകൊണ്ട് പിന്നെ ഞാൻ മക്കൾ പറഞ്ഞിട്ട് എതിർത്തില്ല. കാരണം ഒറ്റയ്ക്ക് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇത് ഒരു അത്യാവശ്യമുള്ള കാര്യമാണ്. ഇത് പൊട്ടിച്ച് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ ഒരു സാധനം വാങ്ങിച്ചൊരു റീലൊക്കെ ചെയ്യണമെന്നുള്ളതൊക്കെ. കൊള്ളാം. എന്തായാലും മക്കളുടെ സെലക്ഷൻ എനിക്ക് നന്നായി. എൻ്റെ ഈ വെറൈറ്റി കളറൊക്കെയുള്ള ലൈറ്റൊക്കെയുള്ള പിടിപ്പിച്ച സ്റ്റാൻഡാണ്. ഇതിന് 3 സൈസ് കളറുണ്ട്. അവരോട് ഞാൻ ഒരു സാധാ ഒരു സെൽഫി സ്റ്റാൻഡ് മതിയെന്നാണ് ഞാൻ പറഞ്ഞിട്ട് മക്കൾ പറയുന്നത് രാത്രിയിലൊക്കെ അമ്മച്ചിക്ക് ഇതുപോലെ റീലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല കളറുകളൊക്കെ വെറൈറ്റി കളറൊക്കെ ഉള്ള ഈ ലൈറ്റ് ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. സത്യത്തിൽ ഇതെങ്ങനെ കണക്ട് ചെയ്യുമെന്ന് പോലും എനിക്കറിയത്തില്ല. അതിനകത്ത് എല്ലാം ചെറിയ ചെറിയ പീസായിട്ട് ഓരോ കഷ്ണങ്ങൾ പോലെ എന്തൊക്കെയോ ഉണ്ട്. എന്തായാലും ഞാനതെൻ്റെ മക്കളോട് അവരോട് പറഞ്ഞ് ഇതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ തന്നെ എന്നോട് പറഞ്ഞു അതിൻ്റെ കൂടെ ഒരു ബുക്ക്ലെറ്റ് ഉണ്ടല്ലോ, അത് നോക്കി അമ്മച്ചി തന്നെ അതെല്ലാം റെഡിയാക്ക്, മറ്റൊരാളുടെ സഹായമില്ലാതെ ഇതൊക്കെ ചെയ്യാനും പഠിക്കണമല്ലോ എന്ന്. ഞാനും അതൊരു ടാർഗറ്റായിട്ട് തന്നെ എടുത്ത്. എന്തായാലും നല്ല പൊളി സാധനം, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. ഞാൻ എന്തായാലും ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കട്ടെ, നോക്കിയിട്ട് നിങ്ങളോട് ഞാൻ കാണിച്ചു തരാം. എനിക്കിത് എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതൊക്കെ ആദ്യം കൺഫ്യൂഷനായിരുന്നു. വീട്ടിൽ ഞാൻ ഹസ്ബൻഡിനോടൊന്നും പറഞ്ഞില്ലായിരുന്നു ഇത് ഓർഡർ ചെയ്ത കാര്യമൊന്നും. പിന്നെ ഞാൻ തന്നെ ഇരുന്ന് ഇതെല്ലാം ഒരു വിധത്തിലെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പിടിപ്പിച്ചു എന്ന് തന്നെ പറയാം. എന്തായാലും ഞാനതെല്ലാം പിടിപ്പിച്ചതേ നിങ്ങൾ നോക്കിക്കേ, ഇതാണ് സംഭവം. നല്ല അടിപൊളി സെറ്റപ്പ് സാധനം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. എല്ലാവർക്കും ബൈ.